ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ബഹാമസ് എന്ന് പറഞ്ഞൊരു ദ്വീപും അതിനുള്ളിലെ ഒരു ആദിവാസ കൂട്ടത്തെയാണ് കാണിക്കുന്നത്. അവരെല്ലാവരും തീയെല്ലാം കൂട്ടിയിട്ട് അതിനു ചുറ്റും എന്തോ ഡാൻസ് കളിക്കുന്നു. ഇത് ക്യാമറ ഉപയോഗിച്ച് ഒരാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുമല്ല അവരാരാധിക്കുന്ന ഒരു ശിലയും അടുത്ത് തന്നെയുണ്ട്. അപ്പൊ ആ ഫോട്ടോ എടുക്കുന്നവന്റെ പേര് ജോണി വിൻസ്റ്റന്റ്. അപ്പൊ അവിടെ ഡാൻസ് കളിക്കുന്ന ആ ഒരു ആദിവാസി ഒരു വലിയ ഇലയില് ചുവപ്പായിട്ട് എന്തൊക്കെയോ തേച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോ എടുത്ത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ട് എന്തോ ഒരു കഷായം അവരുണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു കഷായം നിർമ്മിച്ചതിന് ശേഷം അതൊരു ചിരട്ടയിലേക്ക് മാറ്റി ഈ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജോണി വിൻസ്റ്റൺ ഉണ്ടല്ലോ അവന് കുടിക്കാനായിട്ട് കൊടുക്കുന്നതും അവനത് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവന്റെ ശരീരം അവന്റെ കൺട്രോളിലല്ല. അങ്ങനെ വിറച്ചവിടെ ഇരിക്കുന്നതും അവന്റെ മുന്നിലേക്ക് വന്ന മറ്റൊരു ആദിവാസി ഒരു മൃഗത്തെ പോലെ അവൻ അടുത്തേക്ക് വരുന്നതും ജോണി ഇത് കണ്ട് പേടിച്ച് വിറച്ച് തന്നെ മരിക്കുന്നു. ഇത് കണ്ട ആ ഒരു ആദിവാസികളെല്ലാം ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ആ നാട്ടിലുള്ള ഒരു വലിയ കപ്പലാണ്. സാന്റോസ് മൊറലോസ് എന്ന് പറഞ്ഞ ഈ ഒരു വലിയ കപ്പല് ഒരു ചരക്ക് കപ്പലാണ്. ഇപ്പൊ ആ ഒരു കപ്പലിനടുത്തേക്ക് ഈ ജോണി ഉണ്ടല്ലോ അയാൾ വന്ന് ഇറങ്ങിയിട്ട് നല്ലതുപോലെ ശരീരമെല്ലാം വിയർത്തിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ഒരാൾ ചോദിക്കും, അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് സയന്റിസ്റ്റ് ജോണി. ചിക്കാഗോയിലുള്ള നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് ഇവിടെ നിന്നും കുറച്ച് ബോക്സുകൾ അയക്കുന്നുണ്ട്. അത് നിങ്ങൾ കപ്പലിലേക്ക് കയറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങൾ അയച്ച എല്ലാ പെട്ടികളും കറക്റ്റായിട്ട് തന്നെ കപ്പലിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇറക്കാൻ കഴിയത്തില്ല, കാരണം ഇപ്പൊ തന്നെ എന്റെ കപ്പൽ 4 മണിക്കൂർ ലേറ്റാണ്. ഇനിയും ലേറ്റായി കഴിഞ്ഞാലേ ഹാർബറിൽ എനിക്ക് ഫൈൻ കിട്ടും എന്ന് പറയുമ്പോഴത്തേക്കും ജോണി എന്താ ചെയ്യുന്ന വെച്ചാല് ഈ കപ്പലിലേക്ക് കയറ്റാനുള്ള കുറച്ച് പെട്ടികളുണ്ട്, അതിന്റെ കൂട്ടത്തിൽ പോയി ഒളിച്ചിരിക്കും. അപ്പൊ അതറിയാതെ ജോണിയെയും ആ ഒരു കപ്പലിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ആ ഒരു കപ്പല് അവിടെ നിന്ന് പുറപ്പെടുന്നതും ഇപ്പൊ അകത്ത് പോയ ജോണി അവൻ കയറ്റിയ ആ ഒരു 2 പെട്ടികളുണ്ടല്ലോ അതെവിടെയാന്ന് അന്വേഷിക്കുമ്പോൾ ആ 2 പെട്ടികളും കാണുന്നില്ല. ഇപ്പൊ കാണിക്കുമ്പോൾ വെളിയില് അവൻ കയറ്റാനായിട്ട് ഉദ്ദേശിച്ച ആ ഒരു 2 പെട്ടികളുണ്ടല്ലോ അത് ഈ ഹാർബറിൽ തന്നെയാണ് കിടക്കുന്നത്. അതൊരിക്കലും കപ്പലിലേക്ക് കയറ്റിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 6 ആഴ്ചകൾക്ക് ശേഷം ഇപ്പോ ചിക്കാഗോ ഹാർബറിൽ കാണിക്കുമ്പോൾ ആ ഒരു വലിയ കപ്പൽ ഈ ഒരു കരയിലേക്ക് വരികയാണ്. പക്ഷെ ആ ഒരു കപ്പലിനുള്ളിൽ ആരും ഇല്ലാത്തതുപോലെ പോലീസ് എല്ലാം വന്നിട്ട് ആ ഒരു കപ്പൽ ഏതാണ് എന്നെല്ലാം അവർ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വന്നൊരു ഡിറ്റക്റ്റീവ് പോലീസിനോട് കാര്യം ചോദിക്കുമ്പോൾ, സാർ, ആരും ഇല്ലാത്തൊരു കപ്പല് കരയിലേക്ക് വന്നിട്ടുണ്ട്, അകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുമെന്ന് പറയുന്നതും ആ ഡിറ്റക്റ്റീവ് നേരെ മുകളിലേക്ക് കയറിയിട്ട് കപ്പലിലേക്ക് വന്ന് നോക്കുമ്പോൾ കപ്പലിന്റെ പല ഭാഗങ്ങളിലും രക്തക്കറയുണ്ട്. പക്ഷെ കപ്പലിനുള്ളിൽ ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല, ഒരു ഡെഡ് ബോഡി പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ ഒരു കപ്പലിലേക്ക് കയറ്റിയ ചരക്കുകളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ, സാർ, അതാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു SI പറയും, എനിക്ക് തോന്നുന്നത് ഈ കപ്പലില് ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുവെന്നാണ്. ഈ കപ്പല് കരയ്ക്കടുക്കാറായപ്പോഴത്തേക്കും കപ്പലിലെ ബാക്കി എല്ലാവരെയും കൊന്നതിന് ശേഷം അത് കൊണ്ടുവന്നവരെ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ആളില്ലാതെ ഈ കപ്പല് കരയിലേക്ക് വന്നിട്ടുള്ളത് എന്നും പറഞ്ഞ് ഇവര് ഇരുട്ടിലൂടെ ടോർച്ച് അടിച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു പൂച്ചത്തെ ഇതുപോലെ കരയുന്നതും അവരങ്ങ് പേടിച്ചു പോകും. അപ്പൊ ഡിറ്റക്റ്റീവ് പെട്ടെന്ന് അല്ല എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, വേറെ ഒന്നുമില്ല, ഒരു പൂച്ചയാണെന്ന് പറയുന്നതും കറുത്ത പൂച്ചയാണോ? അതെന്താ കറുത്ത പൂച്ചയെന്ന് ചോദിക്കാനായിട്ട്, ഇല്ല, കറുത്ത പൂച്ചയാണെങ്കിൽ അത് ബാഡ് ലക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇവർ കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബാഡായിട്ടുള്ള സ്മെല്ല് അടിക്കുന്നു. എവിടെയാണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് കാലിന് താഴെയായിട്ട് മറ്റൊരു രഹസ്യ അറയുണ്ട്. ഇപ്പൊ ആ ഒരു അറ ഇവരെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം വേറെ ഒന്നല്ല, തലയില്ലാത്ത മനുഷ്യ ശരീരങ്ങൾ അതിനകത്ത് കിടക്കുന്നു. ഈ സീൻ കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കുന്നത് ചിക്കാഗോയിലെ ഒരു നാഷണൽ ഹിസ്റ്ററി മ്യൂസിയമാണ്. ഇപ്പൊ അവിടേക്ക് സൈക്കിളിൽ ഒരു ലേഡി വന്നിറങ്ങാണ്. അവളുടെ പേര് ഗ്രീൻ. അവളൊരു ഡോക്ടറാണ്. ഈ മ്യൂസിയത്തിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അതേ മ്യൂസിയത്തിന്റെ മുന്നിലായിട്ട് ഒരു സ്കൂൾ ബസ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ടീച്ചർ കുട്ടികളെല്ലാം വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ 2 പയ്യന്മാര് മാത്രം, എടാ, ഇവരോടൊപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നല്ലതുപോലെ കാണാൻ കഴിയത്തില്ല, അതുകൊണ്ട് നമുക്ക് മാത്രം വേറെ വഴിക്ക് പോയിട്ട് എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടാലോ എന്ന് പ്ലാൻ ഇട്ടിട്ട് ഇവർ 2 പേരും അവരുടെ കൂട്ടത്തിൽ നിന്നും മാറി ആ ഒരു മ്യൂസിയത്തിനകത്ത് എല്ലാം ചുറ്റി നടന്ന് കാണുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ ഗ്രീൻ ഉണ്ടല്ലോ അവൾ അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഇപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഈ ഒരു മ്യൂസിയത്തിലേക്ക് വന്നിട്ട് അതിനകത്തൊരു ലാബുണ്ട്, അതിനകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവളുടെ ടീമായിട്ട് ഒരു 10-15 പേരുണ്ട്. അതുമല്ല, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പെട്ടി ഇവർ തുറക്കുന്നു. ആ ഒരു സയന്റിസ്റ്റ് ബഹാമസ് എന്ന് പറഞ്ഞ ആ ഒരു ദ്വീപിൽ നിന്ന് അയച്ച ആ ഒരു പെട്ടികളുണ്ടല്ലോ അതാണിത്. അപ്പോഴേക്കും വീൽ ചെയറിൽ ഒരു അപ്പൂപ്പനെ ഒരു ലേഡി കൊണ്ടുവരുന്നുണ്ട്. അയാളാണ് ഈ ഒരു മ്യൂസിയത്തിലെ ഓണർ. ജോണിയുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ പെട്ടികളെ കപ്പലിൽ അയക്കാനാണ് അവൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് കപ്പലിൽ അയക്കാൻ കഴിയാതെ നമ്മുടെ ടീം ഫ്ലൈറ്റിലാണ് ഇത് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ ആ പെട്ടിക്കുള്ളിലെ ശീലയെടുത്ത് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, എന്താ ഇതിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ, ഇതിന്റെ പേര് കൊത്തോഗ. ബഹാമാസ് ദ്വീപിലെ ആദിവാസികൾ വണങ്ങുന്ന അവരുടെ ദൈവമാണ്. അതും നശിച്ചുപോയെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആദിവാസികളാണ് ഇതിനെ വണങ്ങുന്നത്. അവർ കൂടുതലും ഈ ദൈവത്തെ ആരാധിക്കാൻ കാരണം അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവരൊരു സാത്താനുമായിട്ട്
ഉടമ്പടി ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു സാത്താൻ കൊത്തക എന്ന് പറഞ്ഞൊരു ജീവിയെ സൃഷ്ടിക്കുകയും അതിനുശേഷം ഈ ഒരു ജന്തു അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കിയതോടൊപ്പം അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ ഇല്ലാണ്ടാക്കി. അങ്ങനെ ആ ഒരു ആദിവാസികളുടെ കൂട്ടം തന്നെ ഇല്ലാണ്ടായെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഹീറോയും പറയും, പക്ഷെ ഇതെല്ലാം വെറും കെട്ടുകഥകളല്ലേ, ഇതൊക്കെ വിശ്വസിച്ച് നമ്മൾ ഈ ശിലകളെല്ലാം മ്യൂസിയത്തിൽ വെക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡയറക്ടർ ലേഡി പറയും, കെട്ടുകഥയായാലും എന്തായാലും കുഴപ്പമില്ല, ഇതുപോലുള്ള ശിലകൾ നമ്മുടെ മ്യൂസിയത്തിൽ വെച്ച് കഴിഞ്ഞാലേ നല്ല രീതിയിൽ ഷോ ആവും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെട്ടി ഉണ്ടല്ലോ, അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇലകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോ ഓരോ ഇലകളായിട്ട് എടുത്തെടുത്ത് നോക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിലൊന്നും ഒരു ശിലയുമില്ല. അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആ ഇലകളിൽ ചുവപ്പ് നിറത്തിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഇത് കണ്ട ഹീറോയിൻ ആ ഒരു അപ്പൂപ്പനോട് ചോദിക്കും, ഓണറിനോട്, സാർ ഇതെന്താണ്, മുട്ടയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടിട്ട് മുട്ട പോലെ തോന്നില്ല, എന്തോ ഒരു ഫംഗസ് ആണെന്ന് തോന്നുന്നു, ആവശ്യമില്ലാതെ അതിലൊന്നും കൈവയ്ക്കണ്ട, എന്തായാലും ഈ പെട്ടിയും ഇലകളും നമുക്ക് എന്തായാലും ആവശ്യമില്ല, അതുകൊണ്ട് എല്ലാം കത്തിച്ചില്ലാണ്ടാക്കിയേക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓണർ അപ്പൂപ്പൻ അവിടെ നിന്ന് പോകുന്നതും ഹീറോയിന് ആ ഒരു ഇലയ്ക്കുള്ളിലെ മുട്ട പോലത്തെ കാര്യമുണ്ടല്ലോ അതെന്താണെന്ന് അറിയണം. അതുകൊണ്ട് ഒരു 2 ഇല മാത്രം അവൾ സാമ്പിളായിട്ട് എടുത്ത് മാറ്റി വെക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇലകളും അതേപോലെ തന്നെ ആ ഒരു പെട്ടിയും അവർ കൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ആവുന്നതും ഈ മ്യൂസിയത്തിന്റെ സമയം കഴിഞ്ഞ് മ്യൂസിയം അടയ്ക്കുന്നു. പക്ഷെ അതിനകത്ത് ഒറ്റയ്ക്ക് നടന്ന ആ ഒരു 2 കുട്ടികളുണ്ടല്ലോ, അവര് രണ്ടുപേരും മാത്രം ഈ മ്യൂസിയത്തിനുള്ളിൽ പെട്ടുപോകും. പെട്ടുപോയതല്ല, ഇവർ രണ്ടുപേരും പോവാതെ ആ മ്യൂസിയത്തിനകത്ത് ചുറ്റി നടക്കാണ്. അപ്പോ അവിടുത്തെ സെക്യൂരിറ്റി ഇത് മുഴുവനായിട്ട് അടയ്ക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി റെസ്റ്റ് റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇന്ന് ആരെ കാണുന്നില്ല. ഇപ്പൊ ആരും ഇല്ലാന്ന് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് ആ ഒരു ബാത്റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരുന്ന് സെക്യൂരിറ്റി മാമൻ നല്ലതുപോലെ കഞ്ചാവുണ്ടല്ലോ അത് ചുരുട്ടി വരികയാണ്. ആഹാ എന്താ സുഖം എന്ന് പറഞ്ഞിട്ട് അതിനകത്തിരിക്കുന്നതും ബാത്റൂമിന് വെളിയിൽ ആരും വരുന്നത് പോലെ. അപ്പൊ സെക്യൂരിറ്റി ചോദിക്കും, അല്ല ആരാ ഇതെന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് ഒരു വലിയ കൈ, അതൊരു പ്രത്യേക ജീവിയുടെ കൈ വന്ന് അയാളെ കാലിൽ വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു ഇലയിലുള്ള ചുവപ്പ് മുട്ടകളുണ്ടല്ലോ അതെടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇപ്പൊ അവളുടെ കൂടെയുള്ള ആളുകളുണ്ടല്ലോ അവരെല്ലാവരും അവരുടെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. ഹീറോയിൻ മാത്രമേ ഉള്ള ആ ഒരു ലാബില്. ഇവിടെ ആ ഒരു 2 കുട്ടികളാണെങ്കിലോ അവർക്കിപ്പോ വെളിയിലേക്ക് പോകാനായിട്ടുള്ള വഴി അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ഒരു ഡോർ കാണും. അത് വന്ന് തുറന്നു നോക്കുമ്പോൾ എന്തോ ഒരു പടിക്കെട്ട് പോലെ. ഇനിയിപ്പോ ഇതായിരിക്കും വെളിയിലേക്ക് പോകാനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അതിന് മുകളിലേക്ക് കയറുന്നു. ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ രജിസ്റ്ററിൽ ഒപ്പിടാൻ വേണ്ടി ആ ബുക്കിനടുത്തേക്ക് വരുമ്പോൾ അവിടെ സെക്യൂരിറ്റിയെ കാണുന്നില്ല. അതുകൊണ്ട് ഹീറോയിൻ ഒപ്പിട്ടിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. ഈ 2 കുട്ടികളാണെങ്കിലോ ആ പടിക്കെട്ട് വഴി മുകളിലേക്ക് കയറി പോകും തോറും എന്തോ ഒരു കാര്യം കണ്ടിട്ട് പേടിച്ചു വാ തുറന്നിങ്ങനെ നിൽക്കുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ മ്യൂസിയത്തിന് വെളിയിൽ പോലീസും ഒരു കൂട്ടം ആളുകളും എല്ലാവരും ഇങ്ങനെ നിൽക്കാണ്. ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നിറങ്ങിയിട്ട് ഇതുപോലെ ഒരു നാഷണൽ മ്യൂസിയത്തിൽ എങ്ങനെയാണ് ഒരു കൊലപാതകം നടക്കുന്നത്, ഇവിടെയുള്ള എല്ലാ ജോലിക്കാരെ എനിക്ക് ചോദ്യം ചെയ്യണമെന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയിട്ട് പരിശോധിക്കുന്നു. ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അയാൾ അവിടെ മരിച്ചു കിടപ്പുണ്ട്. അതുപോലെ ചുമരിലും ഭിത്തിയിലെല്ലാം രക്തമുണ്ട്. അപ്പോൾ ഇന്നലെ ജോലി കഴിഞ്ഞ് അവസാനം പോയ ആ ഒരാളെ എനിക്ക് ചോദ്യം ചെയ്യണമെന്നും ആ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് ശ്രദ്ധിച്ചു നോക്കുമ്പോഴത്തേക്കാണ് സെക്യൂരിറ്റിയുടെ തല ഒരു വശത്ത് കിടക്കുന്നു, തലച്ചോറ് മറ്റൊരിടത്ത് കിടക്കുന്നു. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് ഈ സെക്യൂരിറ്റിയെ കാണുമ്പോൾ അലറി വിളിച്ച് കരയാൻ തുടങ്ങും. ഇത് കാണുന്ന ഡിറ്റക്റ്റീവ്, ഹേയ് ആ ലേഡി അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോ എന്ന് പറഞ്ഞ് ഇപ്പൊ കൂടെയുള്ളൊരു പോലീസുകാരൻ ആ ബോഡിയുടെ മുകളിലൂടെ അപ്പുറത്തേക്ക് ഇറങ്ങാൻ വരുമ്പോൾ ഡിറ്റക്റ്റീവ്, ഏയ് അങ്ങനെ പോകുന്നത് ഒരിക്കലും നല്ലതല്ല, ആ ബോഡി ചുറ്റി പോകാൻ പറയും. കാരണം ഡിറ്റക്റ്റീവിന് ഇത്തിരി അന്ധവിശ്വാസം കൂടുതലാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയും, ഓക്കെ ഇതുപോലെ വേറെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ആ ഒരു കപ്പലിനുള്ളിലും ഇതുപോലെയാണ് ഇവർക്ക് ശരീരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഡിറ്റക്റ്റീവിന്റെ സംശയം എന്താണെന്ന് വെച്ചാല് മ്യൂസിയത്തിലുള്ള ഈ ഒരു സെക്യൂരിറ്റിയുടെ മരണവും ഈ കരയിലേക്ക് ഒതുങ്ങിയ ആ ഒരു കപ്പലിലുള്ള ആളുകളുടെ മരണവും തമ്മിൽ എന്ത് ബന്ധമായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് അടുത്തതായിട്ട് നേരെ പോകുന്നത് മ്യൂസിയത്തിലെ ആ ഒരു ഡയറക്ടർ ലേഡി ഉണ്ടല്ലോ അവരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് മ്യൂസിയത്തിലെ എന്തോ ഒരു എക്സിബിഷൻ നടത്താനായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നു, അതുകൊണ്ട് അത് മാത്രം നമുക്ക് നിർത്താൻ കഴിയത്തില്ല, അതെന്തായാലും നടത്തണമെന്ന് പറയുമ്പോൾ ഡിറ്റക്റ്റീവ് പറയും, സോറി ഇത്രയും വലിയൊരു കൊലപാതകം നടന്നിട്ട് അതിനിടയിൽ ഇതൊന്നും നടത്താനായിട്ട് എന്തായാലും കഴിയത്തില്ല. കാരണം ഈ ഒരു മ്യൂസിയം കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആണെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ അതിനുള്ള അനുവാദം എനിക്ക് തരാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് നേരെ നമ്മുടെ ഹീറോയിനെ ചോദ്യം ചെയ്യാനായിട്ട് വരും. എന്നിട്ട് ഈ ലാബിന് പുറകിലുള്ള ഒരു വശത്തേക്ക് ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ അവിടെ എന്തോ ഒരു വലിയ കരണ്ടി വെച്ച് എന്തെങ്കിലും ഇങ്ങനെ തട്ടുന്നു. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കും, അല്ല ഇതെന്താ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അത് കാണ്ടാമൃഗത്തിന്റെ സൂപ്പാണെന്ന്. കാണ്ടാമൃഗത്തിന്റെ സൂപ്പോ, അതെന്താന്ന് ചോദിക്കുമ്പോൾ ഈ സൂവിലെല്ലാം മരിച്ചു പോയിരുന്ന മൃഗങ്ങളുണ്ടല്ലോ അതിനെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഒരു ടാങ്കിലേക്ക് ഇട്ട് വേവിക്കും. അപ്പൊ അതിന്റെ തോലെല്ലാം പോയിട്ട് അതിന്റെ ശരീരം ഒരു സൂപ്പാക്കി മാറ്റി ഇവർ വളർത്തുന്ന ഒരു പ്രത്യേകതരം വണ്ടുകളുണ്ട്, അതിനെ ഭക്ഷണമായിട്ടാണ് കൊടുക്കുന്നത്. എന്ത് വണ്ടുകൾക്ക് കൊടുക്കോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കണ്ണാടിക്കുള്ളിൽ ഒരുപാട് വണ്ടുകൾ കിടപ്പുണ്ട്. അപ്പൊ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്
ഈ ചത്ത മൃഗങ്ങളുടെ ശരീരം കൊടുക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി ആ ഒരു കണ്ണാടിക്കോട് ആരും തുറന്നു വെച്ചിട്ട് പോയി. കുറച്ച് വണ്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഓക്കെ അതെല്ലാം പോട്ടെ, ഇന്നലെ രാത്രി ഇവിടെ നിന്ന് അവസാനമായിട്ട് പോയത് നിങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും എന്തോ ഒരു സൗണ്ട് മാത്രം കേട്ടു, പക്ഷെ അതൊരു കാര്യം താഴെ വീണെന്ന് വിചാരിച്ചിട്ട് ഞാനത് കാര്യമൊക്കെ അത് പോയി. അപ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് ഹീറോയിനോട് ഓഫീസർ സയന്റിസ്റ്റ് ജോണിയെ പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ അയാളെ പറ്റി എന്ത് ചോദിക്കാനാണ്, അയാളുടെ ഓഫീസ് ഇന്നലെ രാത്രി ആരൊരാൾ നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാളുടെ ഓഫീസിൽ നിന്ന് കാണിക്കുന്നതും ഡിറ്റക്റ്റീവ് അകത്തേക്ക് പോയി പരിശോധിച്ചിട്ടാണ്. അല്ല സയന്റിസ്റ്റ് ജോണി, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നോ ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും കൊണ്ടുവന്നില്ല. ജോണി ബഹാമാസിൽ നിന്നും ഒരു പെട്ടിയും അതിൽ കുറെ ഇലകളും അയച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡിറ്റക്റ്റീവ് എന്ത്, ജോണി ബഹാമാസിൽ ഉണ്ടായിരുന്നോ? എന്തായാലും എനിക്ക് ആ ഒരു ശിലകൾ കാണണം എന്നും പറഞ്ഞ് ഡിറ്റക്റ്റീവ് ഇപ്പോൾ ആ ഒരു ശിലകളുള്ള ഭാഗത്തേക്ക് പോവാണ്. ആ ശിലകളുടെ ചില ഭാഗങ്ങൾ തകർന്നുപോയി, അതുകൊണ്ട് അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയേക്കാണ്. ഇപ്പൊ അവിടെ ഒരു ലേഡി ഈ ശിലകളെല്ലാം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡിറ്റക്റ്റീവ് അവിടേക്ക് വന്നിട്ട് ഇതെന്ത് ശിലകളാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ചെയ്ത് കഴിയുന്നത് വരെ ഇതെന്തിന്റെ ശിലകളാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം പല മൃഗങ്ങളുടെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത ഒരു പ്രത്യേകതരം ജന്തുവിനെ പോലെയാണ് തോന്നുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വരും. ഇത് കാണുമ്പോൾ ഡിറ്റക്റ്റീവ് ഓക്കെ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പോകണം, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഡിറ്റക്റ്റീവ് പെട്ടെന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാലേ ഈ മോർച്ചറിയിലെ മരിച്ച ആ ഒരു സെക്യൂരിറ്റിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്, മോർച്ചറിയിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ അവർ പ്രത്യേകത ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാല് അയാളുടെ തലയ്ക്കുള്ളിലെ ചില ഭാഗങ്ങൾ കാണാനില്ല. അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കും അല്ല മാഡം അയാളുടെ ശരീരഭാഗങ്ങൾ എല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ അതേ കൊണ്ടുവന്നിരുന്നു, പക്ഷെ അയാളുടെ തലയ്ക്കുള്ളിലെ ഹൈപ്പോ തലാമസ് എന്നൊരു ഭാഗം മാത്രം കാണാനില്ല എന്ന് പറയും. ഇപ്പൊ ആ ഒരു ഭാഗം മാത്രം എങ്ങനെ കാണാതായെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡിറ്റക്റ്റീവ് മറ്റൊരു പോലീസുകാരനെ വിളിച്ചിട്ട് ആ ഒരു കപ്പലിൽ നിന്നും ഇവർക്ക് കിട്ടിയ കുറെ ശരീരഭാഗങ്ങളുണ്ടല്ലോ അവരുടെ എല്ലാവരുടെയും തലയ്ക്കുള്ളിൽ ഹൈപ്പോ തലാമസ് എന്നൊരു ഭാഗം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ ആ ഒരു ചുവപ്പ് മുട്ടകളുണ്ടല്ലോ അത് ഓരോന്നെടുത്തിട്ട് അവൾ പരിശോധിക്കുകയാണ്. ഇപ്പൊ ആ ഒരു മുട്ടകൾ ഒരു മെഷീനിൽ വെച്ചിരുന്നു. അതിന്റെ റിസൾട്ട് കാണിക്കുമ്പോൾ അതിൽ ഒരുപാട് ഹോർമോണുകൾ എന്തോ ചേർന്നിട്ടുണ്ട്. അതുമല്ല ആ ഒരു ഹോർമോണുകളാണെങ്കിലോ പല അനിമൽസിന്റെ ഹോർമോണുകളാണ്. ഇങ്ങനെ ഹീറോയിൻ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്കും ഇവരുടെ കണ്ണാടിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വണ്ട് നേരെ ഈ ഒരു ഇലയുടെ അടുത്തേക്ക് വന്നിട്ട് അത് പതിയെ കഴിക്കാൻ തുടങ്ങും. ഇപ്പൊ ഇതറിയാതെ ഹീറോയിൻ ആ ഒരു ഇലകളെല്ലാം സാമ്പിളായിട്ട് വീണ്ടും എടുത്ത് ബോക്സിനുള്ളിൽ അടച്ചു വെക്കുകയാണ്. അത് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാക്കിയ ആ ഒരു ഭാഗമുണ്ടല്ലോ അതൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അതിനകത്തേക്ക് കയറി പോകുമ്പോൾ അപ്പൊ ആ ഒരു എക്സിബിഷന്റെ പേര് അന്ധവിശ്വാസം എന്നാണ്. അകത്തേക്ക് പോയി നോക്കുമ്പോൾ പഴയ കാലത്തെ മമ്മീസ് അതേപോലെ തന്നെ കുറെ ശില്പങ്ങള് ഈ പഴയ കാലഘട്ടങ്ങളിലെ അന്ധവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ അതിനകത്ത് ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ പിറകിൽ എന്തോ ഒരു ശബ്ദം വരുന്നത് പോലെ കുറച്ചു നേരം അതിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും അത് അവളുടെ അടുത്തേക്ക് വരുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഈ ഒരു ശബ്ദവും അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓടി ഓടി അവസാനം അവിടെയുള്ള ബാത്റൂമിലേക്ക് കയറി ഡോറും കടയ്ക്കും. ഇപ്പോൾ ഹീറോയിൻ അകത്തിരിക്കുമ്പോൾ മെയിൻ കഥക് തുറന്ന് ആരും ഒരാൾ അകത്തേക്ക് കയറി വരുന്നു. അവൾ ഡോർ പതിയെ തുറന്ന് വെളിയിലേക്ക് നിൽക്കുമ്പോൾ അവിടെ ക്ലീനിങ് ജോലിയെല്ലാം ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവർക്ക് എന്തോ ആസ്മയായിട്ട് പെട്ടെന്ന് വന്ന് ആ ഒരു ആസ്മ മരുന്നുണ്ടല്ലോ അതെടുത്ത് അടിക്കുമായിരുന്നു. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് അവൾ പേടിച്ചു പോയത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഈ മ്യൂസിയത്തിന് വെളിയിൽ ഇപ്പൊ ആ ഒരു കൊലയാളി അന്വേഷിക്കാൻ വേണ്ടി 2 കോൺസ്റ്റബിൾമാരെ മ്യൂസിയം മുഴുവനായിട്ട് അന്വേഷിക്കാൻ പറയും. മ്യൂസിയത്തിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അത് മൊത്തവും നല്ലതുപോലെ അന്വേഷിച്ചിട്ട് പുറത്തു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരെയും അകത്തേക്ക് പറഞ്ഞു വിടുന്നത്. ഇപ്പോൾ രണ്ടുപേരും അന്വേഷിച്ച് അവസാനം ഒരു ബേസ്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് രക്തക്കറയുള്ളതായിട്ട് ഇവർ കണ്ടുപിടിക്കും. അതേസമയം ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് അവനോട് ആ ഒരു SI കാര്യങ്ങൾ പറയാണ്. സാർ ഇന്നലെ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം ചോദിച്ചിരുന്നല്ലോ. ആ കപ്പലിൽ മരിച്ചു കിടന്ന എല്ലാവരുടെ ശരീരങ്ങളും ഞങ്ങൾ പരിശോധിച്ചു. ഒരാളുടെ തലയ്ക്കുള്ളിൽ പോലും ഹൈപ്പോ തലാമസ് ഇല്ലായിരുന്നു. അതുമാത്രം എങ്ങനെ കാണാതായി? അങ്ങനെയാണെങ്കിൽ ആ ഒരു കപ്പലിലെ കൊലപാതകവും ഇവിടെ നടന്ന കൊലപാതകവും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഇപ്പൊ അതേസമയം ഈ ഒരു മ്യൂസിയത്തിന്റെ ഏറ്റവും താഴത്തെ ആ ഒരു ഭാഗം കാണിക്കുമ്പോൾ അതിനുള്ളിൽ എന്തോ ഒരു മൃഗം കിടന്ന് ഉറങ്ങുന്നത് പോലെയും കുറച്ച് കഴിയുമ്പോൾ അത് മുകളിലേക്ക് കയറി വരുന്നത് പോലെയും നമുക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അന്ന് നടക്കാൻ പോകുന്ന ആ ഒരു എക്സിബിഷൻ അതിൽ അവളുടെ പ്രസന്റേഷൻ എന്താണെന്ന് അവള് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ വന്ന ഡിറ്റക്റ്റീവ് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും സോറി ഇപ്പൊ ഞാൻ ബിസിയാണെന്ന് പറയുമ്പോൾ ഇല്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സയന്റിസ്റ്റ് ജോണി ഇല്ലേ, അയാള് ഏത് കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും റിസർച്ച് നടത്തിയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അത് ഞങ്ങളുടെ മ്യൂസിയത്തിന്റെ ഓണറിനെ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ അപ്പൂപ്പനായിട്ടുള്ള ഓണർ ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് കൊണ്ടാക്കും. ഇപ്പൊ അപ്പൂപ്പൻ പറയുന്നത് ഞാൻ ജോണിയോട് സംസാരിച്ചിട്ട് കുറെ മാസങ്ങളായി, പക്ഷെ അവൻ അയച്ച ആ ഒരു ശില്പം മാത്രം ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഡിറ്റക്റ്റീവ് ചോദിക്കും, ശരി, ആ ശില്പത്തെ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് എന്താണ് നിങ്ങൾക്കുള്ള താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ, ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും പതിയെ പതിയെ ഇവോൾവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. പക്ഷെ ചില ജീവജാലങ്ങൾ മാത്രം പെട്ടെന്ന് ഇവോൾവ് ആയി. അങ്ങനെ ഇവോൾവ് ആയിട്ടുള്ള ആ ജീവജാലങ്ങൾ ഒരിക്കലും അധികകാലം ജീവിച്ചിട്ടില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഡിറ്റക്റ്റീവ് പറയും, നിങ്ങൾ പറയുന്ന ആ ഒരു എഫക്റ്റും മനുഷ്യന്റെ തലച്ചോറിനുള്ളിലുള്ള ഹൈപ്പോതലമസ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് എന്ത് ഹൈപ്പോതലമസോ എന്നിവർ ഷോക്കാവും. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയും, ഇല്ല, വെറുതെ ചോദിച്ചാണ്, അത് വിട് എന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് പുറത്തേക്ക് പോന്നു. അതേസമയം ഈ ബേസ്മെന്റിലുള്ള 2 പോലീസുകാരുണ്ടല്ലോ, അവർ ആ ഒരു ടോർച്ച് വെച്ചിട്ട് അവിടെ നല്ലതുപോലെ പരിശോധിക്കുമ്പോൾ ഇരുട്ടിനുള്ളിൽ നിന്ന് ഒരുത്തൻ ഒരു കോടാലിയും കൊണ്ട് ഓടി വരുന്നതും ഈ പോലീസുകാർ പേടിച്ചിട്ട് തോക്കുപയോഗിച്ച് അവനെ ഷൂട്ട് ചെയ്തും കൊല്ലും. അപ്പൊ ഈ ശബ്ദം കേട്ട് വെളിയിലുള്ള എല്ലാ പോലീസുകാരും അവിടേക്ക് ഓടി വരികയാണ്. അങ്ങനെ താഴേക്ക് വന്നിട്ട് അവിടെ മരിച്ചെടുക്കുന്നതിനെ പറ്റി ഇവർ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവ 2-3 കൊലപാതക കേസുകളിൽ കുറ്റവാളിയായിട്ടുള്ള ഒരാളാണ്. അപ്പോഴേക്കും സീനിയർ ഓഫീസർ അവിടേക്ക് വന്നിട്ട്, ഇപ്പൊ ഡിറ്റക്റ്റീവ് ഹീറോ എന്ന് തന്നെ വിളിക്കാം, ഹീറോയോട് പറയും, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ എന്തായാലും കുറ്റവാളിയെ പിടിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഹീറോ പറയും, സോറി, ഇതൊരിക്കലും കുറ്റവാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവര്, സാർ നിങ്ങൾ എന്തായി പറയുന്നത്, ദേ ഇത്രയും വലിയൊരു കോടാലിയും കൊണ്ട് ഇതിനകത്ത് ചുറ്റി നടക്കുന്ന ഇവൻ കൊലയാളിയല്ലാതെ വേറെ ആരാന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, സാർ അങ്ങനെയല്ല, മരിച്ചുപോയ ആ ഒരു സെക്യൂരിറ്റിയുടെ തലയ്ക്കുള്ളിലെ ഹൈപ്പോതലമസ് കാണാനില്ല, കൂടാതെ ആ ഒരു കപ്പൽ കരക്കഴിഞ്ഞപ്പോൾ അതിലെ തലയ്ക്കുള്ളിലും സെയിം ഹൈപ്പോതലമസ് കാണാനില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ അവൻ ബഹാമസിൽ നിന്ന് വന്ന് ആ കപ്പലിലുള്ള എല്ലാവരെയും കൊന്നതിന് ശേഷം പിന്നീട് ഇവിടെ ഈ ഒരു മ്യൂസിയത്തിലേക്ക് വന്ന് സെക്യൂരിറ്റിയെ കൊന്നതാണോ നിങ്ങൾ പറയുന്നത്? അതെനിക്ക് വിശ്വസിക്കാൻ പാടാണെന്ന് പറയുമ്പോൾ ആ സീനിയർ ഓഫീസർ പറയും, എനിക്ക് ബഹാമസിനെ പറ്റിയൊന്നും അറിയണ്ട, ഇവിടെ നടന്ന കൊലപാതകം അതിനെപ്പറ്റി മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും ഇവൻ തന്നെയാണ് കൊലയാളി. ഈ കേസ് അവസാനിപ്പിച്ചിട്ട് രാത്രിയിലെ ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. അതേപോലെ തന്നെ ആ ഒരു എക്സിബിഷൻ നടത്താനും അനുവാദം കൊടുക്കാനും പറയുന്നുണ്ട്. ഇപ്പൊ ഇത് ഹീറോ സമ്മതിക്കില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ആ നാട്ടിലുള്ള മേയർ വരെ ഹീറോയെ വിളിച്ച് സംസാരിക്കുകയാണ്. കൊലയാളിയെ കണ്ടുപിടിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ എക്സിബിഷൻ നടക്കണം, അവിടെ വെച്ചിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് മേയറും ഫോൺ കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ വീണ്ടും പോയിട്ട് ആ ഒരു റിപ്പോർട്ട് നോക്കുമ്പോൾ അവൾ ഇന്നലെ അടച്ചു വെച്ച ആ ഒരു ഇലയുണ്ടല്ലോ, ആ പെട്ടിക്കുള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അതൊന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഒരു വലിയ വണ്ട് വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ ഒരു ഡിക്ഷണറി എടുത്ത് ഒരു ഒറ്റയടി ആ ഒരു വണ്ട് ചാവുന്നതും അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരു പ്രത്യേകതരം പച്ച നിറത്തിലുള്ള ദ്രാവകമാണ്. ഇപ്പൊ അതിന്റെ ശരീരത്തിൽ നിന്നും വരുന്ന ആ ഒരു രക്തം അതെടുത്ത് അതിന്റെ DNA സാമ്പിൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അതിന്റെ DNA ആയിട്ട് വേറെ ഏതോ ഒരു മൃഗത്തിന്റെ DNA മാച്ച് ആവുന്നതുപോലെ, മാച്ച് ആവുന്നതല്ല, 3/4% മറ്റൊരു ജീവിയുടെ DNA ആണ് അതിൽ ആഡ് ആയിട്ടുള്ളത്, അതും ഒരു പ്രത്യേകതരം പല്ലിയുടേത്. അപ്പോൾ ഒരു പല്ലിയുടെ DNA എങ്ങനെ ഈ ഒരു വണ്ടിന്റെ ശരീരത്തിലേക്ക് വന്നു എന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയാവുന്നതും ഈ എക്സിബിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ ഹീറോയിൻ അവിടെ വരാതെ ആ ഒരു ലാബില് വീണ്ടും ഈ കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ ആണെങ്കിലോ വലിയ വലിയ പണക്കാരെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ പോലീസ് നായ്ക്കളെ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ആ ഒരു ബേസ്മെന്റിലെ നല്ലതുപോലെ പരിശോധിക്കുകയാണ്, അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ താഴെ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് ആ മ്യൂസിയത്തിലെ ഓണർ ഉണ്ടല്ലോ, അയാൾ വീൽ ചെയറിൽ വന്നിട്ട്, അല്ല ഗ്രീൻ, നീ മാത്രം ഇവിടെ എന്താ ചെയ്യുന്നത്, ബാക്കി എല്ലാവരും എക്സിബിഷന് തയ്യാറായിട്ടുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, സാർ ഇതൊന്നും നോക്കുന്നു പറഞ്ഞ് അവൾ അടിച്ചു കൊന്ന ആ ഒരു വണ്ടിന്റെ അവൾ പരിശോധിച്ച കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ ആ ഒരു ഓണർ പറയും, ഇതുപോലൊരു വണ്ടിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ, സാർ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വണ്ടികളില്ലേ അതാണെന്ന് പറയുമ്പോൾ അയാൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ വണ്ടി ഈ രീതിയിൽ മാറാൻ കാരണം അവിടെ നിന്ന് കൊണ്ടുവന്ന ഈ ഇലകൾ തിന്നിട്ടാണ്. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു മുട്ടകളുണ്ടല്ലോ അത് പരിശോധിച്ചിട്ട് ഹീറോയിൻ അതിന്റെ റിസൾട്ട് ഓണറിന് കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഒരുപാട് തരം ഹോർമോണുകളുണ്ട്. ഇയാളാണെങ്കിലോ ജീവിതത്തിൽ ഇതുപോലൊരു കാര്യം കണ്ടിട്ടുമില്ല. അങ്ങനെ താഴെ ആ ഒരു നായ്ക്കളെ കൊണ്ടുവന്ന് മണം പിടിച്ചിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവരവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നായ്ക്കൾ ഇപ്പോൾ എന്തോ ഒരു കാര്യം കണ്ട് അവിടേക്ക് ഓടുന്നു. പോലീസുകാരും അങ്ങനെ തന്നെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഓണറും ഇപ്പോൾ ഹീറോയിനോടൊപ്പം. ഇപ്പൊ ആ ബോക്സിൽ വന്നത് വെറും പാക്കിംഗ് ഇലകൾ മാത്രമായിരിക്കത്തില്ല, അതായിരിക്കാം ചിലപ്പോൾ ജോണി നമുക്ക് വേണ്ടി അയച്ചു തന്നത്. ഇവിടെ നടന്ന ഈ ഒരു കൊലപാതകവും ഈ ഇലകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും എന്ന് ഇവർ പറയുമ്പോഴത്തേക്കും ഇവിടെ താഴെ ആ ഒരു പോലീസുകാർ നായ്ക്കളെ കൊണ്ട് അന്വേഷിക്കുന്നു. ആ സമയത്താണ് മ്യൂസിയത്തിന്റെ വെളിയിലെ മേയർ വരുന്നത്. ഇപ്പോൾ മേയർ വരുമ്പോഴത്തേക്കും അവിടെയുള്ള മെയിൻ സെക്യൂരിറ്റി ഈ മ്യൂസിയത്തിലുള്ള ബാക്കിയുള്ള എല്ലാ റൂമുകളുടെ ഡോറ് അടയ്ക്കാൻ പറയും. മേയർ വരുന്ന ആ ഒരു വഴി ഒഴികെ ബാക്കിയെല്ലാം അടയ്ക്കുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ആ ഒരു ഓണർ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ആ ലാബിനുള്ളിൽ പെട്ടുപോകുന്നു. അപ്പൊ ഇവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ബേസ്മെന്റ് ഉണ്ടല്ലോ അത് വഴി പോകണം, എന്നാലേ മെയിൻ ഹാളിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ഇവിടെ താഴെ നമ്മുടെ ഹീറോ ആ പോലീസുകാരി ഈ നായ്ക്കള് അത് മണം പിടിച്ച് ഓടിയിട്ട് അവസാനം എത്തുന്നത് ഒരു ടണലിനടുത്തേക്കാണ്.
ഇപ്പൊ ആ ഒരു ടണലിൽ പോകുന്നത് ഈ ഒരു നഗരത്തിന്റെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ടണൽ ഉണ്ടല്ലോ അവിടേക്കാണ്. ഈ നായ്ക്കളാണെങ്കിലോ അതിനുള്ളിലേക്ക് തന്നെ ഇവരെ കൊണ്ടുപോകുന്നു. ഓടി ഓടി അവസാനം ഒരു ഇരുട്ട് ഭാഗത്തേക്ക് വന്നിട്ട് അതിലേക്ക് നോക്കി ഇങ്ങനെ കുരയ്ക്കുമ്പോൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ട്. ഇപ്പൊ ഈ ഒരു പോലീസ് ടീമിനും അതിനുള്ളിലേക്ക് പോകാനായിട്ട് എന്തോ ഒരു പേടി. അങ്ങനെ എല്ലാവരും സംസാരിച്ച് നിൽക്കുമ്പോൾ ഈ നായ്ക്കളുണ്ടല്ലോ അത് ചങ്ങലയെ പൊട്ടിച്ച് പെട്ടെന്ന് അകത്തേക്ക് ഓടി പോകുന്നതും അകത്തേക്ക് പോയ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു നായയുടെ ശരീരം പീസായിട്ട് തെറിച്ചു വന്ന് വീഴുന്നു. ഇത് കണ്ട പോലീസുകാരനാണെങ്കിൽ പെട്ടെന്ന് ഷോട്ട് ഗൺ വെച്ചിട്ട് ഇരുട്ടിലേക്ക് ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹീറോ ബാക്കിയുള്ള 2 പോലീസുകാരോട് പറയും എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് അവിടെയുള്ള ആ ഒരു എക്സിബിഷൻ സ്റ്റോപ്പ് ചെയ്ത് എല്ലാ ജനങ്ങളെയും പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസ് നായ്ക്കളെ കൊണ്ടുവന്ന ആ ഒരു പോലീസുകാരുണ്ടല്ലോ ഒരു നായ മരിച്ചു, മറ്റൊന്നിനെങ്കിലും കൊലയ്ക്ക് കൊടുക്കാതെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അയാൾ ആ ഒരു ഇരുട്ടിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ ആ നായെ കാണുന്നുണ്ട്. അതിനൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. അതിപ്പോ പേടിച്ച് ഒരിടത്ത് നിൽക്കുന്നതും ഇയാൾ വന്നിട്ട് പറയും ഇല്ല പേടിക്കണ്ട ഞാൻ വന്നു എന്ന് പറയുന്നതും പെട്ടെന്ന് എന്തോ ഒരു മൃഗം വന്ന് അയാളെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ മുകളിലാണെങ്കിലോ ആ ഒരു എക്സിബിഷൻ സ്റ്റാർട്ടായി. മേയർ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാണ്. അത് കണ്ട് ജനങ്ങളെല്ലാവരും കൈയടിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു പോലീസുകാരൻ നായ അന്വേഷിച്ച് പോയ ആ ഒരു പോലീസുകാരനെ അന്വേഷിച്ച് ഉള്ളിലേക്ക് വീണ്ടും ഇറങ്ങി ചെല്ലുന്നതും ഭയങ്കരമായിട്ടുള്ള നാറ്റൊടിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇപ്പോൾ ചുറ്റിനും ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യന്റെ ശരീരഭാഗങ്ങളും എല്ലുകള് മനുഷ്യന്റെ തലകള് ഇത് മാത്രമാണ് കാണുന്നത്. ഇത് കണ്ട ഹീറോയുടെ നെഞ്ചാണെങ്കിൽ പടപടാന്ന് ഇടിക്കുന്നുണ്ട്. മുകളിൽ ആ ഒരു എക്സിബിഷൻ ഹാളിൽ കാണിക്കുമ്പോൾ മേയർ സ്പീച്ച് എല്ലാം കഴിഞ്ഞ അവസാനം ആ ഒരു റിബൺ കട്ട് ചെയ്യുന്നതും ബാക്കിയുള്ള എല്ലാ ജനങ്ങളും അകത്തേക്ക് പോയിട്ട് ആ എക്സിബിഷൻ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുവാണ്. ഇപ്പോൾ ഓരോ ഘട്ടമായിട്ട് എല്ലാവരും കണ്ട അവസാനം ബഹാമാസ് ദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന കോത്തകസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജന്തുവിന്റെ ശില്പമുണ്ടല്ലോ അത് കാണാനായിട്ട് വരും. ഇതേ സമയം താഴെ നിന്ന് വന്ന 2 പോലീസുകാർ പെട്ടെന്ന് ആ ഒരു മ്യൂസിയത്തിലെ ഡയറക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് മാഡം ക്ഷമിക്കണം, നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം, ഈ എക്സിബിഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് ഇതിപ്പോ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഇത് തുടങ്ങിയതേ ഉള്ളൂ, ഇത് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ കാണാനായിട്ട് വന്ന ഒരു ലേഡിയുടെ ശരീരത്തിലേക്ക് മുകളിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് രക്തം വന്ന് വീഴുന്നു. എന്താണെന്ന് പേടിച്ചിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നൊരു ശവശരീരം താഴേക്ക് വന്ന് വീഴുന്നതും ഇത് കണ്ട എല്ലാ ജനങ്ങളും പേടിച്ച് പല വഴിക്ക് ഓടാൻ തുടങ്ങും. ഇപ്പൊ എല്ലാവരും ഓടിയിട്ട് ഈ മ്യൂസിയം വിട്ട് വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള പ്രധാന ഡോറുകളെല്ലാം ഷട്ട് ഡൗൺ ആവുന്നു. ഈ ഇലക്ട്രിക് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. കൺട്രോൾ റൂമിലുള്ളവർക്ക് പോലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു മ്യൂസിയത്തിന്റെ മെയിൻ ഡോറും അതുകൂടി അടയുന്നതും അതിൽ പകുതി ജനങ്ങളും പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മേയർ, കുറെ പണക്കാരായിട്ടുള്ള ആളുകൾ ഇവരെല്ലാവരും മ്യൂസിയത്തിനകത്ത് പെട്ടുപോകും. ഇപ്പോൾ പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് പോലെയെല്ലാം കാണിച്ചിട്ട് ആ മ്യൂസിയത്തിലുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ആവുന്നതും കൺട്രോൾ റൂമിലുള്ള 2 പേര് ഈ പവർ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ആ ഒരു റൂമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് ഇവർ സംസാരിക്കുമ്പോൾ അത് ഈ ഒരു റൂമിൽ നിന്നും കുറച്ച് അകലെയുള്ള മറ്റൊരു ഭാഗത്തേക്ക് വേണം പോകാനായിട്ട്. പക്ഷെ ഇരുട്ടായതുകൊണ്ട് തന്നെ 2 പേരും പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഒരാൾ കൺട്രോൾ റൂമിലിരിക്കണം, മറ്റൊരാൾ ആ റൂമിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച് ഒരാൾ അവിടേക്ക് പോകുന്നു. ഇപ്പൊ അതിലൊരാൾ ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള വയറുകളും ഇലക്ട്രിക് പാനലുകൾ ഇതെല്ലാം നശിപ്പിച്ചു വെച്ചേക്കാണ്. ഇതിപ്പോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് മെയിൻ ഹാളിലേക്ക് പോകാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും കൺട്രോൾ റൂമിലുള്ള ആ ഒരാളുണ്ടല്ലോ അയാൾ പറയും നീ അവിടെ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിലോ പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് വന്ന അവനെ തിരക്കി കൺട്രോൾ റൂമിൽ നിന്ന് വെളിയേക്ക് വന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ അവൻ ഒരിടത്ത് തന്നെ ഇരിക്കുന്നു. എന്താണ് നീ ഒന്നും മിണ്ടാത്തതെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് അവന്റെ തോളിലേക്ക് പിടിക്കുമ്പോൾ അവന്റെ തല മാത്രം അറ്റ് താഴേക്ക് വന്ന് വീഴാണ്. പേടിച്ചിട്ട് അവൻ അലറി വിളിക്കുമ്പോഴത്തേക്കും മുകളിൽ നിന്നും എന്തോ ഒന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. അവന്റെ കഥ അവിടെ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ അവസാനം നമ്മുടെ ഹീറോ മേയറിനോട് സംസാരിക്കാൻ വേണ്ടി വാക്കി ടോക്കി വഴി മേയറിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ മേയർ പറയും ഡിറ്റക്റ്റീവ് നീ പറയാൻ പോകുന്നത് എന്താണെന്ന് ആലോചിച്ച് വ്യക്തമായിട്ട് പറയണം എന്നൊക്കെ അയാൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ പറയും നിങ്ങൾ എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് ഒരക്ഷരം പോലും തിരിച്ചു മിണ്ടാതെ കേട്ടേ മതിയാവൂ. അവിടെ ചാർജിലുള്ള ആ ഒരു പോലീസുകാരനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. അവൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനോട് പറയും ഓക്കെ ഇവിടുന്നുള്ള എമർജൻസി എക്സിറ്റ് വഴി നേരെ മുകളിലേക്ക് പോവാ, അവിടെ നിന്ന് ഒരു ടണൽ പോവും, ആ ടണൽ വഴി തിരിഞ്ഞു നോക്കാതെ എല്ലാവരെയും അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ പോയി കഴിഞ്ഞാല് അതും ഒരു ശബ്ദം ഉണ്ടാക്കാതെ പോകണമെന്ന് പറയുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഹെഡ് പറയും എന്നെ കൊണ്ട് ടണലിലൂടെ പോകാനെന്ന് കഴിയത്തില്ല. SI പറയും ഓക്കെ ഇവിടെ തന്നെ നീ ഇരുന്നു, വരുന്നവർക്ക് എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞ് ഇവിടെ വരാൻ താല്പര്യമില്ലാതെ നിൽക്കുന്നല്ലോ അവരോടൊപ്പം മറ്റൊരു പോലീസുകാരനെ നിർത്തി ബാക്കിയുള്ളവരെയും കൊണ്ട് ആ ഒരു ടണൽ ലക്ഷ്യമാക്കി ഇവരെല്ലാവരും പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു നായനെയും കൊണ്ട് അതുവഴി അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ഡോറിനടുത്ത് എത്തുമ്പോൾ ആ ഒരു ഡോറ് ആര് തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ ആര് തുറന്നു വന്നാലും ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് തോക്കും കൈവച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ആ കഥകം തുറന്നു വരുന്നത് വേറെ ആരുമല്ല ഈ മ്യൂസിയത്തിന്റെ ഓണറും അതേപോലെ തന്നെ ഹീറോയിനും. ഹേയ് നിന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചത് എന്ന് ഇവർ 2 പേരും പറയുന്നതും ഇവരുടെ പിറകെ തന്നെ വേറെ എന്തോ ഒരു ജന്തു ഓടി വരുന്നുണ്ട്. ഇത് കണ്ട ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു ഇരുമ്പ് ഡോർ അടയ്ക്കുമ്പോഴത്തേക്കും ഇരുമ്പ് ഡോറായിട്ടും കാര്യമില്ല അത് വന്ന്
ആ ഡോറും ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ആ ജന്തു ആണെങ്കിലോ കുറേ നേരം ഈ കഥയിലേക്കിട്ട് ഇടിച്ചിടിച്ച് അവസാനം അതിന്റെ ശരീരത്തിൽ നിന്ന് രക്തം താഴേക്ക് വരുന്നുണ്ട്. കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ അനക്കൊന്നുമില്ല. അപ്പോഴേക്കും ആ ഓണർ പറയും, ജോണി വിൻസെന്റ് അവൻ എന്താണോ അയച്ചു തന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ചോദിക്കും, അത് എത്ര വലിയ പെട്ടിയായിരുന്നു? അപ്പോൾ അയാൾ പറയും, ഒരു ജന്തു അടഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പെട്ടിയൊന്നും അല്ലായിരുന്നു, പക്ഷെ അതിനുള്ളിൽ ഒരുപാട് ഇലകളുണ്ടായിരുന്നു. ആ ഇലകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് അനിമൽസിന്റെ ഹോർമോൺസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഹോർമോണുകളെല്ലാം മനുഷ്യന്റെ തലയിലെ ഹൈപ്പോ തലാമസിൽ നിന്ന് മാത്രമേ എടുക്കാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ ആ ഒരു പെട്ടിക്കുള്ളിലുള്ള ഇലയിൽ വന്ന് ഏതെങ്കിലും പല്ലിയോ മറ്റും അത് കഴിച്ചിട്ടായിരിക്കണം ഈ രീതിയിൽ മാറിയിട്ടുള്ളത് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് ശരിയെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അപ്പൂവൻ പറയും, ഏതെങ്കിലും ഒരു ജന്തു പെട്ടെന്ന് മ്യൂട്ടേറ്റ് ആയിട്ട് ഒരു വലിയ ജന്തുവായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ ആ ഒരു കോത്തകസ് എന്ന് പറഞ്ഞ ശില്പം അതൊരു സാധാരണ ശില്പമല്ല. അതുപോലൊരു ജീവി ഏതോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ഗോത്രവർഗ്ഗക്കാരെ ആ മരുന്ന് തയ്യാറാക്കി ഏതോ ഒരു ജീവിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ജീവി രൂപമാറ്റം സംഭവിച്ച് അവരെയും അവരുടെ എതിരാളികളെയും എല്ലാവരെയും കൊന്നു തിന്നു. എങ്ങനെയാന്ന് വെച്ചാല് അതിന് ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോർമോൺസ് സംരക്ഷിക്കണം. അതിനുവേണ്ടി അവരുടെ തലയിൽ നിന്നും ഹൈപ്പോ തലാമസ് അത് കഴിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു സമയത്ത് ഹോർമോണുകളില്ലാതെ അതിനെ ജീവിക്കാൻ കഴിയാതെ അത് മരിച്ചു പോയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു ജീവിയും എന്തായാലും മരിക്കും. പക്ഷേ അതായിട്ട് സ്വയം മരിക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിനു മുന്നേ നമുക്കിതിനെ നശിപ്പിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, അങ്ങനെ അതിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിന്റെ രക്തം നമുക്ക് ഒരു തവണ കൂടി പരിശോധിക്കണം. പക്ഷേ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് ലാബിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഓണർ അപ്പൂവൻ പറയും, എന്നെ കൊണ്ട് അത്രയും ദൂരം വരാൻ കഴിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പരിശോധിക്കും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞ് ഇപ്പോൾ ഹീറോയിന് നേരെ ആ ഒരു ലാബിലേക്ക് പോയിട്ട് ഇവർ കൊണ്ടുവന്ന ആ ഒരു രക്ത സാമ്പിൾ ഉണ്ടല്ലോ അതെടുത്ത് ആ മെഷീനിലിട്ട് പരിശോധിക്കുകയാണ്. ഇവിടെ മെയിൻ ഹാളിൽ കാണിക്കുമ്പോൾ ആ ഒരു മെയിൻ സെക്യൂരിറ്റി പിന്നെ പണക്കാരായിട്ടുള്ള 1-2 ഫാമിലി ഇവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. മ്യൂസിയത്തിന് വെളിയിലാണെങ്കിലോ പോലീസുകാർ വന്നിട്ട് മെയിൻ ഡോർ കട്ട് ചെയ്യാൻ വേണ്ടി കട്ടിംഗ് മെഷീനെല്ലാം കൊണ്ടുവന്ന് അവർ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നാണ് മുകളിൽ നിന്നും വന്ന വലിയൊരു ജന്തു ആ ഒരു സെക്യൂരിറ്റിയുടെ തല പിടിച്ച് അയാളെ കൊല്ലുന്നു. ഇപ്പൊ ഇത് കണ്ട ബാക്കി എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഓരോരുത്തരെയായിട്ട് അത് പിടിച്ചിങ്ങനെ തിന്നാൻ തുടങ്ങാണ്. ഇവിടെ ഹീറോയും ആ ഒരു ബ്ലഡ് സാമ്പിളുകളെല്ലാം മെഷീനിലിട്ട് അതിന്റെ റിസൾട്ട് വരുന്നതും അതിന്റെ DNA മാച്ച് ആവുന്നത് ഒരു മൃഗത്തിൽ മാത്രമല്ല പല മൃഗങ്ങളിലാണ്. ഇപ്പൊ ഒരു മൃഗത്തിലെ 2%, മറ്റൊരു മൃഗത്തിലെ 3% ഇങ്ങനെ. അപ്പൊ ഇതിനു മുന്നേ ഒരു പല്ലിയുമായിട്ട് ഈ ഒരു DNA മാച്ച് ആവുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 45%ഓളം ഇപ്പോഴും ആ ഒരു പല്ലിയുമായിട്ട് അതിന്റെ DNA മാച്ച് ആവുന്നുണ്ട്. ഇപ്പൊ എന്ത് തന്നെയായാലും ഏതൊരു മൃഗം വന്ന ആ ഒരു ഇല കഴിച്ചാലും അതിന്റെ രൂപം പെട്ടെന്ന് മാറാൻ തുടങ്ങും എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവരോരോന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്താണെങ്കിലോ ആ ഒരു പണക്കാര ഫാമിലിയിലുള്ള ഓരോരുത്തരായിട്ട് ആ ഒരു ജന്തു കൊന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാരാണെങ്കിലോ ഹെലികോപ്റ്ററിൽ നേരെ ഈ മ്യൂസിയത്തിന് മുകളിലേക്ക് വന്ന് അവിടെയുള്ള കണ്ണാടി തകർത്ത് ഉള്ളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരുത്തനാണെങ്കിലോ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവനെ 2 തുണ്ടാക്കി ആ ഒരു മൃഗം തിന്നുന്നു. ഇപ്പൊ മറ്റൊരുത്തൻ താഴേക്ക് ഇറങ്ങുമ്പോൾ അവൻ ഈ കാര്യം കണ്ടിട്ട് ഹേയ് എന്നെ പെട്ടെന്ന് മുകളിലേക്ക് ഉയർത്താൻ പറയുന്നതും ഈ ജന്തു ആണെങ്കിലേ ചുമര് വഴി അവനെ തിന്നാൻ വേണ്ടി മുകളിലേക്ക് വരികയാണ്. ഇപ്പൊ ഈ പോലീസുകാരാണെങ്കിലോ ഇവൻ അലറി വയ്ക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് അവനെ മുകളിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ അവന്റെ പാതി ശരീരം മാത്രമേ മുകളിലേക്ക് ഇവർക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഇവരെല്ലാവരെയും കൊന്നിട്ട് അവസാനം വീൽ ചെയറിലിരിക്കുന്ന നമ്മുടെ ഓണർ അപ്പൂപ്പനുണ്ടല്ലോ അയാളുള്ള ഒരു റൂമിലേക്ക് ഈ ഒരു ജന്തു പോയിട്ട് അപ്പൂപ്പനെയും അവിടെ വെച്ച് കൊല്ലുകയാണ്. പാവം അപ്പൂപ്പനെങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു, ഒരിക്കലും നടന്നില്ല. ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ ഓരോ മൃഗങ്ങളുമായിട്ട് ഈ ഒരു ബ്ലഡ് സാമ്പിള് മാച്ച് ആവുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോഴത്തേക്കും മനുഷ്യനുമായിട്ട് 33% അത് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഈ ഒരു ജന്തു ഒരു മനുഷ്യനായിട്ടാണ് രൂപമാറ്റം സംഭവിച്ചത്. ഒരുപക്ഷെ മെഷീനെ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചതെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയെ ബാക്കിയുള്ള പോലീസുകാർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും അണ്ടർഗ്രൗണ്ട് വഴി അവരെല്ലാവരെയും വെളിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വഴിയാ പോയതെന്ന് ചോദിക്കുന്നത്. അവര് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ആ ഒരു ജന്തു നമ്മളെ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു പറയുമ്പോൾ ഹീറോ പറയും നിങ്ങൾ എവിടെ നിൽക്കാതെ പോയിക്കൊണ്ടേയിരിക്കും, ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നതും ഇപ്പോൾ ഹീറോയിനോട് ചോദിക്കും, അല്ല ഈ ജന്തുവിനെ ഇപ്പോൾ നമുക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും? അപ്പോൾ ഹീറോയിൻ പറയും ഇത്രയും പെട്ടെന്ന് ഇവോൾവ് ആവുന്ന ഒരു ജന്തുവിന് അധികമായിട്ടുള്ള തണുപ്പോ ചൂടോ താങ്ങാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം പറയുന്നത് നമ്മുടെ ഹീറോ പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ അത് വെച്ചിട്ട് അതിനെ തണുപ്പിച്ച് ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞ് ഒരു സിലിണ്ടർ എടുത്ത് തോളിലേക്ക് വെച്ച് നമ്മുടെ അപ്പൂപ്പനുള്ള ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ അപ്പൂപ്പൻ മരിച്ചിടക്കുന്ന കാര്യം കണ്ടിട്ട് ഇവർക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ഒരു ജന്തുവിനെ ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും നേരെ ആ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പൊ അതുവഴിയാണ് ആ ഒരു പോലീസുകാർ മേയറിനെയും ബാക്കിയുള്ള ആളുകളെയും കൊണ്ടുപോകുന്നത്. ഇപ്പൊ അവരെ അവസാനം ഒരിടത്തേക്ക് എത്തുമ്പോൾ അവിടെ നെഞ്ചളവിൽ വെള്ളമുണ്ട്. ഇതുവഴിയല്ലാതെ ഇവർക്ക് വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ല. വേറെ വഴിയില്ലാതെ എല്ലാവരും അതിലേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ പുറകെ വരുന്ന മറ്റൊരു പോലീസുകാരൻ അങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്നും എന്തോ ഒരു കാര്യം അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ അവിടെ രക്തം മാത്രം
അപ്പോൾ മുന്നിലുള്ള ആ ഒരു പോലീസുകാരൻ ടോർച്ചും തോക്കുമായിട്ട് തിരിച്ചു വന്നിട്ട് അവനെ കൊന്ന ആ ഒരു ജന്തുവിനെ നോക്കുമ്പോൾ അത് വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ആരും പേടിക്കണ്ട, നിങ്ങൾ എല്ലാവരും സേഫായിട്ട് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ മുന്നേ നടന്ന് ഇവരെല്ലാവരും കൂടെ കൊണ്ടുപോവാണ്. ഇപ്പൊ ആ ഒരു ജന്തു തിരിച്ചു പോകാൻ കാരണം എന്താണെന്നറിയോ? ഹീറോയിനും ആ ഒരു ടണലിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവർ ആ ഒരു ഇല കൊണ്ടുവന്നിരുന്നു. ആ ഒരു ഇലയുടെ സ്മെല്ലടിച്ചിട്ടാണ് ആ ജന്തു തിരിച്ചു പോയിട്ടുള്ളത്. ഇപ്പോൾ ഹീറോയിനും അതേപോലെ തന്നെ നെഞ്ചളവിൽ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നടന്നങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ പുറകില് ആ ജന്തു വന്ന് വാ തുറക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ അലറി വിളിക്കുമ്പോൾ പേടിച്ചു പോയ ഹീറോ തോക്കെടുത്ത് അതിന്റെ വായിലേക്ക് ഷൂട്ട് ചെയ്യും. ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഓപ്പൺ ചെയ്ത് അതിന്റെ ദേഹത്തേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അതാണെങ്കിലോ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവും. ഇവര് രണ്ടുപേരും വന്ന വഴി തന്നെ തിരിച്ചോടുന്നതും ഇവര് രണ്ടുപേരും ഓടി വീണ്ടും അതേ ലാബിലേക്ക് തന്നെ വരികയാണ്. പക്ഷെ നമ്മുടെ ഹീറോ മാത്രം അവിടെ നിന്ന് തിരിച്ചു വരത്തില്ല. അപ്പോൾ ഹീറോയും പറയും, അല്ല ഡിറ്റക്റ്റീവ്, നിങ്ങൾ എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഈ ഒരു ജന്തു ഇനി വേറെ ആരെയും കൊല്ലാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല, അതിനു മുന്നേ അതിനെ ഇല്ലാതാകണം, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പോയിക്കോ, അതിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോയിനെ ആ ഒരു ലാബിനുള്ളിലേക്ക് തള്ളിവിട്ടിട്ട് ആ ടണലിലെ ഡോർ ഉണ്ടല്ലോ അതങ്ങ് മൂടും. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ഡോറിലിട്ട് തട്ടുന്നുണ്ടെങ്കിലും ഹീറോ തുറക്കുന്നില്ല. ഹീറോയിൻ ഇപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും ആ ഒരു ബ്ലഡിന്റെ സാമ്പിള് ഒന്നുകൂടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അതാരുമായിട്ട് മാച്ച് ചെയ്യുന്നെന്ന് ഹീറോയിന് മനസ്സിലായി. അതാരാണെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമില്ല, സയന്റിസ്റ്റ് ജോണി. ഹീറോയിൻ പറയും, ജോണി നീയാണോ ഈ ഒരു ജന്തുവായിട്ട് മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നതും ജന്തുവായിട്ട് മാറിയിട്ടുള്ള ജോണി ഉണ്ടല്ലോ മുകളിലുള്ള കണ്ണടിയെല്ലാം തകർത്ത് താഴേക്ക് ചാടുന്നു. ഇപ്പൊ എന്തായാലും ഹീറോയിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതകത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഹീറോയിന്റെ പിറകെ ഓടുമ്പോൾ ഹീറോയിൻ അവിടെയുള്ള സ്റ്റോറേജ് റൂമിനകത്തേക്ക് ഓടിക്കയറും. ഇപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അതിനകത്തേക്ക് വന്നിട്ട് അതിനകത്തുള്ള എല്ലാം തുറന്നു വിടുന്നു. അതേപോലെ തന്നെ പല ബോട്ടിലുകളും താഴേക്ക് തള്ളിവിട്ടാണ് ഓടുന്നത്. ജന്തു ആണെങ്കിലോ അവളുടെ പിറകെ തന്നെയുണ്ട്. അങ്ങനെ ഹീറോയിൻ ഓടി ഓടി അവസാനം ഒരു കെമിക്കൽ ബോട്ടിലെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ജന്തു ആണെങ്കിലോ എല്ലാ കഥകം തകർത്ത് അവസാനം അവളുടെ പിറകെ അവളുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പൊ ആ ഒരു ജന്തു അവളുടെ മുന്നിലേക്ക് വന്നിട്ട് നാക്ക് അങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവളെ രണ്ട് നക്ക് അങ്ങനെ നക്കിയിട്ട് വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുവന്നതും ഇതോടെ തീരണമെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ തട്ടിയിട്ട് ആ ഒരു കെമിക്കൽസ് എല്ലാം കത്തിച്ചു കൊടുക്കുന്നതും പെട്ടെന്ന് ആ ഒരു സ്ഥലം കത്തിപ്പിടിച്ചിട്ട് ഈ ജന്തുവിന്റെ ദേഹത്തും തീ പിടിക്കുന്നു. അപ്പോൾ ഹീറോയിൻ അവിടുന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന്റെ ശരീരം തീ പിടിച്ചിട്ടും അത് അവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ മൃഗങ്ങളെല്ലാം കൊണ്ടുവന്നൊരു സൂപ്പാക്കുമല്ലോ, ആ ഒരു വലിയ ടാങ്കിലേക്ക് എടുത്ത് ചാടുന്നതും ഇപ്പൊ ആ ലാബിലുള്ള കെമിക്കൽസ് എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് നല്ല രീതിയിൽ തീ പിടിക്കുമ്പോൾ ആ ഒരു ജന്തു അങ്ങനെ തന്നെ പൊട്ടിത്തെറിച്ചിട്ട് ആ ജന്തു പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നു. ഇവിടെ ഈ മ്യൂസിയത്തിന് വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ മേയറിനെ ബാക്കിയുള്ള ജനങ്ങളെയും കൊണ്ട് ആ പോലീസുകാരൻ സേഫായിട്ട് വെളിയിലേക്ക് വന്നു. കറക്റ്റ് സമയത്ത് തന്നെ മ്യൂസിയത്തിന്റെ ഡോറും തുറന്ന് പോലീസുകാരും അകത്തേക്ക് വന്നിട്ട് ആ തീ പിടിച്ചിട്ടുള്ള ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ ജന്തുവിന്റെ ശരീരഭാഗങ്ങൾ കത്തി നശിച്ച് പല ഭാഗങ്ങളിൽ കിടക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സൂപ്പ് ടാങ്കിൽ ആരോ ഇങ്ങനെ തട്ടുന്ന ശബ്ദം കേട്ട് ഇവർ വന്ന് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെയുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു ജന്തുവിനെ ഇവർ കൊന്നതോടുകൂടി ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.